എന്നാൽ ദൈവത്തിന്റെ ദാസനായ മോശയിലൂടെ ദൈവം പറഞ്ഞ ഒരു ആലോചന പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നു. പുറപ്പാട് പുസ്തകം 25-ാം അധ്യായത്തിന്റെ 36-ാമത്തെ വാക്യം ഞാൻ അതിനാധാരമായി വായിക്കുക. നമ്മുടെ കുറിവാക്യം അതല്ല എങ്കിലും പ്രായമുള്ള മാതാക്കൾക്ക് വേണ്ടി ആ ഒരു വാക്യം ഞാൻ വായിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. പേടിക്കണ്ട, വായിച്ചോ. 25-ന്റെ 38-ാമത്തെ വാക്യം. അതിന്റെ ചണങ്ങളും കത്തിരി പാത്രങ്ങളും തങ്കം കൊണ്ടായിരിക്കണം. അതിന്റെ ചവണകളും കരിന്തിരി എന്തോ കൊണ്ടുണ്ടതായിരിക്കണം? തങ്കം കൊണ്ടുണ്ടതായിരിക്കണം. കരിന്തിരിപ്പാത്രം. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഈ പറയുന്ന ഒന്നും നിങ്ങൾക്ക് മനസ്സിലാവുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഈ വാക്യം ആദ്യമായിട്ട് കാണുമായിരിക്കും നമ്മളല്ലേ. സാരമില്ല, ഇങ്ങനെയല്ലയോ പഠിക്കുന്നത്. സമാഗമന കൂടാരത്തിനകത്ത് ഒരായുസ് മുഴുവൻ അല്ലെങ്കിൽ ബലം കുറയുന്ന കാലം വരെ ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണ വലിച്ചെടുത്ത് ആലയത്തെ വളരെ പ്രകാശമാക്കി തീർത്ത ഒരു തിരിയിട്ട പാത്രമാണ് കരിന്തിരി പാത്രം. ഇപ്പോൾ അതിന് പഴയ പോലെ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല. എണ്ണയൊന്നും വലിച്ചെടുത്ത് പ്രകാശം പഴയതുപോലെ കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിലും മോശയോട് ദൈവം പറയുകയാ, നീ ആ പാത്രം കിദ്രോൻ തോട്ടിക്കൊണ്ട് കളയണ്ട, അത് എവിടെ സൂക്ഷിക്കണം? ആ പാത്രത്തിന്റെ മാറ്റ് കുറയാതെ അത് തങ്കം കൊണ്ട് തന്നെ അതായിരിക്കണം. പുതിയ തലമുറയോട് എനിക്ക് പറയാനുള്ള ഒരേ ഒരു വാക്യം അതാ. നമ്മൾ വരുമ്പോ ദൈവത്തിന് സ്തോത്രം, നല്ല മനോഹരമായ ഹോളുണ്ട്, ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്, പാടാൻ ആരോഗ്യമുള്ള യുവതലമുറയുണ്ട്, പ്രാർത്ഥിക്കാനും ഓടാനും നടക്കാനുമുള്ള തലമുറകൾ നമ്മുടെ നടുവിൽ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഒരു കാര്യം ഓർക്കണം, മുതൽ മുടക്കി, ആരോഗ്യം മുടക്കി, പണം മുടക്കി ഇതിന്റെ പിൻപിൽ അധ്വാനിച്ച ഒരു പഴയ തലമുറയുണ്ട്. അവരെ പുറകോട്ട് തള്ളിക്കൊണ്ടാകരുത്, അതിന്റെ മാറ്റ് ഒരിക്കലും കുറയരുത്. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് അത് സന്തോഷിക്കാൻ കഴിയും? ഹല്ലേലൂയ. കരിന്തിരി പാത്രം കിദ്രോൻ തോട്ടിൽ കൊണ്ട് കളയണ്ട. നമ്മുടെ വീടുകളിലും ഇതൊരു നല്ല ആശയമായി എടുക്കണം. സ്തോത്രം. നമ്മളെ പോലൊക്കെ യൗവനക്കാരായിരുന്നു ഇവരൊക്കെ. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഇപ്പൊ തലയൊക്കെ നരച്ച് ശോഭയുള്ള കിരീടമൊക്കെ തല വെച്ചോണ്ട് നമ്മുടെ നടുവിലൊക്കെ വന്നിരിക്കുന്നത്. ഇപ്പോഴും അവരുടെ അനുഭവങ്ങളുടെ മുമ്പിൽ നമ്മളൊന്നും ഒന്നുമില്ല ദൈവമക്കളെ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് വീടുകളും അവർക്കെങ്ങനാകരുത്, കിദ്രോൻ തോടാകരുത്. പ്രൈസ് ദി ലോർഡ്. വീടുകൾക്കകത്തും അവർ അപമാനിക്കപ്പെടരുത്, അവർ തളർത്തപ്പെടരുത്, മനസ്സു ക്ഷീണിക്കരുത്. സ്തോത്രം. പ്രത്യാശ കുറയാതെ, വിശ്വാസം കുറയാതെ നമ്മളോട് കൂടെ വസിച്ച് അവർ പ്രിയം വെച്ച കർത്താവിന്റെ സന്നിധിയിൽ വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവരായി, സ്നേഹമുള്ളവരായി, കരുതലുള്ളവരായി, സന്തോഷത്തോടെ നമ്മളെ അനുഗ്രഹിച്ച് അവിടേക്ക് പോകുവാൻ നാം അവസരം ഉണ്ടാക്കി കൊടുക്കണം. കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചേ. അവഗണിക്കരുത് പ്രായമുള്ളവരെ, സഭയായാലും വീടായാലും. ഇനി നമ്മൾ വാക്യത്തിലേക്ക് വരുക. ഞാൻ യഹോവയെ എല്ലാ കാലത്തും അവന്റെ സ്തുതി. അടുത്തത്, എന്നോട് ചേർന്ന് യഹോവയെ മഹിമപ്പെടുത്തുവീൻ. നാം ഒന്നിച്ച് അവന്റെ നാമത്തെ ഉയർത്തുക. അതിനകത്ത് ഒരു ഏകവചനം നമ്മൾ കാണുന്നുണ്ട് അല്ലേ? ഞാൻ യഹോവയെ എല്ലാ കാലത്തും. അവന്റെ സ്തുതി എന്റെ നാവിന്മേലിരിക്കും. സ്തോത്രം, സ്തോത്രം. എന്നിട്ട് പറയുകയാ, എന്റെ ഉള്ളം യഹോവയിൽ പ്രശംസിക്കുന്നു.
നാം ഒന്നിച്ച് അവന്റെ നാമത്തെ ഒരു 3 ഏകവചനം പറഞ്ഞേച്ച് പെട്ടെന്ന് സങ്കീർത്തനക്കാരൻ പറയുകയാ, എന്തുവാ? നാം. നാം. തിരുവനന്തപുരം പട്ടണത്തിന്റെ വിവിധ ഇടങ്ങളിൽ ഒറ്റയ്ക്കൊറ്റയ്ക്ക് അവന്റെ നാമത്തെ ഉയർത്തിയ സ്തോത്രം. ആ വീടുകളിൽ ഇരുന്നു കൊണ്ട്, അല്ല ദേശങ്ങളിൽ ഇരുന്നു കൊണ്ട് ഞരങ്ങി കഴിഞ്ഞ ദൈവത്തിന്റെ പൈതലേ, ഇന്ന് പകലിൽ നാം ഒന്നിച്ച് ഈ മീറ്റിംഗിൽ കടന്നു വരുമ്പോൾ ഇനി ഒറ്റയ്ക്കിരുന്ന് ഞരങ്ങുകയല്ല, നാം ഒന്നിച്ചവന്റെ നാമത്തെ ഉയർത്തുക. പ്രൈസ് ദി ലോർഡ്. നാം ഒന്നിച്ചവന്റെ നാമത്തെ ഉയർത്തുവാനാണ് ഒന്നിച്ച് കടന്നു വന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്കിന്ന് പകൽ കർത്താവ് നമ്മളോട് എന്താണ് സംസാരിക്കുന്നതെന്ന് അല്പ മിനിറ്റുകൾ ചിന്തിക്കുവാൻ അവസരമെടുക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 40-ാമത്തെ വാക്യമാണ് കുറിവാക്യമായി നമ്മൾ അതിനു വേണ്ടി വായിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിന്റെ 40-ാമത്തെ വാക്യം. മറ്റു പല വാക്കുകളാലും അവൻ സാക്ഷ്യം പറഞ്ഞ് അവരെ പ്രബോധിപ്പിച്ചു. ഈ വക്രതയുള്ള തലമുറയിൽ നിന്നും രക്ഷിക്കപ്പെടുവിൻ എന്ന് പറഞ്ഞു. മതി. ഈ വക്രതയുള്ള തലമുറയുടെ നടുവിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? വ്യത്യസ്തരായിരിപ്പീനെന്ന മലയാളം ബൈബിളിൽ രക്ഷിക്കപ്പെടുവീനെന്ന വക്രതയും ഫിലിപ്പിയ ലേഖനത്തിൽ നമ്മൾ ഇത് കാണുന്നുണ്ട് അല്ലേ? എന്താ? വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ, വർക്കൗട്ട് ചെയ്യുവീനെന്ന. എന്തിനാ? രക്ഷയെ പ്രാവർത്തികമാക്കുവാൻ നിങ്ങൾ വർക്കൗട്ട് ചെയ്യുവീനെന്നാണ് ഫിലിപ്പിയ ലേഖനത്തിൽ നമ്മൾ കാണുന്നത്. ഇവിടെ നമുക്കറിയാം, യേശു കർത്താവിന്റെ ക്രൂശീകരണം കഴിഞ്ഞ് ചില ദിവസങ്ങൾ 50 ദിവസമായപ്പോഴേക്കും യെരുശലേമിൽ തന്നെ ലോകം കണ്ട ഏറ്റവും വലിയ ഉണർവ് ആരംഭിച്ചിരിക്കുക. ശ്രദ്ധിച്ചോണം. ലോകത്തിൽ പെന്തക്കോസ്തിന്റെ ആരാധന ആദ്യം തുടങ്ങിയത് യെരുശലേമിലാ. എവിടെയാ? മർക്കോസിന്റെ മാളിക മുറി. സ്തോത്രം. ഇനി ഒരു ദൈവപ്രവൃത്തി ആരംഭിക്കാൻ ദൈവത്തിന് ചില കുടുംബങ്ങളെ ആവശ്യമാണ്. ഒന്നാമത്തെ കുടുംബം ആ ദൈവപ്രവൃത്തിയിൽ നിന്ന് പരാജയപ്പെട്ട് പിന്മാറിയപ്പോൾ ആദമിന്റെ കുടുംബമാണ് ഞാൻ പറയുന്നത്. ദൈവ വാഗ്ദത്തങ്ങളിൽ നിന്ന് അകന്നുപോയി, ദൈവ കൃപയിൽ നിന്ന് അകന്നുപോയി, ദൈവ സാന്നിധ്യത്തിൽ നിന്ന് അകന്നുപോയി. ആ കുടുംബം തകർന്ന തരിപ്പണമായി, തലമുറകൾ കുലപാതകനായി മാറി, വളരെ വഷളത്വത്തിലേക്ക് ഒരു തലമുറയെ വലിച്ചു താഴ്ത്തിക്കൊണ്ട് ആ ദൈവത്തിന്റെ മനുഷ്യൻ എന്ന് പേര് പ്രാപിച്ച ആദം നിൽക്കുകയാണ്. ആ കുടുംബത്തിൽ നിന്ന് ദൈവ പദ്ധതി നടക്കാതെ വന്നപ്പോൾ ഹാനോക്കിന്റെ കുടുംബത്തെ ദൈവം തിരഞ്ഞെടുത്തു. ഏകദേശമൊക്കെ ഒരു വലിയ ദൈവ പദ്ധതി ആ കാലയളവിൽ നടന്നു. അത് കഴിഞ്ഞപ്പോൾ നോഹയുടെ കുടുംബത്തെ ദൈവം തിരഞ്ഞെടുത്തു. നോഹയുടെ കുടുംബം ചില ദൈവത്തിന്റെ പ്രവൃത്തിക്ക് വേണ്ടി ഒരു കാലഘട്ടം നിന്നു എങ്കിലും, സ്തോത്രം, ന്യായവിധിയുടെ വെള്ളത്തെ ജയിച്ച നോഹ ഒരു ഗ്ലാസ് വെള്ളത്തിൽ കൃപയിൽ നിന്ന് വീണുപോയി. മനസ്സിലായവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക. എന്തുവാ ഇതെല്ലാം? ഞങ്ങളുടെ ആ സൈഡിലെ ശുശ്രൂഷയുടെ ഒരു സ്റ്റൈലാണ് കേട്ടോ. നിങ്ങൾക്ക് ഇത് ഞാൻ ഈ പറയുന്ന മലയാളം തന്നെ മനസ്സിലാവുന്നോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആ സ്ലാങ്. ന്യായവിധിയെ ജയിച്ച നോഹ ന്യായവിധിയുടെ വെള്ളത്തെ ജയിച്ചു കഴിഞ്ഞ് വീട്ടിൽ വന്ന് പെട്ടകത്തിലെ മൃഗങ്ങളെയും മെരുക്കിയതിന്റെ ക്ഷീണം മാറാനായിട്ട് അല്പം വീഞ്ഞൊക്കെ അടിച്ച്, എന്താ കർത്തൃമേശയുടെ ബാക്കിയാന്നേലും വീഞ്ഞ് തന്നെ കുടിക്കുന്നവരോർത്തോണം വേണ്ടാത്തത് വലിച്ചു വെക്കുവാന്നൊന്ന്. നല്ല കൊള്ളാവുന്ന ഒരു സ്വതന്ത്രം പറഞ്ഞേ. ചിലർക്ക് കർത്തൃമേശയുടെ ബാലൻസ് വരുന്ന അപ്പം വേണ്ട, ഏത് മതി. അവിടെ ഒരു വലിയ തിരക്ക് കാണുന്നുണ്ട്, വട്ടം കൂട്ടം. നീ മുന്നോട്ട് പോകുന്തോറും സൈലന്റ് ആയിക്കോളും കേട്ടോ.
നോഹ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചപ്പോഴേ ലക്ക് പോയി, കൃപ പോയി. എവിടാ കിടക്കുന്നതെന്നും എങ്ങനാ കിടക്കുന്നതെന്നും അറിയാൻ വയ്യാതായി പോയി. പിള്ളേരൊക്കെ അതുവഴി വന്നു, കാണണ്ടാത്തത് കണ്ടു. ഒരു തലമുറ ന്യായവിധിയുടെ വെള്ളത്തെ ജയിച്ചെങ്കിലും സ്തോത്രം സ്തോത്രം തന്റെ തലമുറ ശാപമേറ്റു വാങ്ങത്തക്കവണ്ണം കൃപയിൽ നിന്ന് നോഹ തകർന്നുപോയി. അവിടുന്ന് മാറി ദൈവം തന്റെ പദ്ധതി വേറൊരു കുടുംബത്തിലേക്ക് കൊണ്ടുവരികയാണ്. ആ കുടുംബത്തിന്റെ പേരാണ് അബ്രഹാമിന്റെ കുടുംബം. സ്തോത്രം. അബ്രഹാമിന്റെ കുടുംബം വിശ്വസിച്ചു, കേട്ടു, അനുസരിച്ചു, ആശ്രയിച്ചു, ആരാധിച്ചു, കൂടെ നടന്ന് ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തി. ഇടയ്ക്കിടയ്ക്ക് ചില പോരാട്ടങ്ങളും വീഴ്ചകളും വന്നെങ്കിലും അവിടെയെല്ലാം തിരുത്തി കൃപയിൽ നിർത്തി. ഹല്ലേലൂയ. ആമേൻ. ചേർത്ത് പിടിച്ച് ദൈവം തന്റെ പദ്ധതി അബ്രഹാമിലൂടെ തിരഞ്ഞെടുത്തു. ഓരോ യുഗത്തിലും ദൈവം തന്റെ പദ്ധതി ഓരോ കുടുംബങ്ങളിലൂടെ ചെയ്യുകയായിരുന്നു. ന്യായപ്രമാണ യുഗത്തിൽ വരുമ്പോൾ ദൈവം മോശയുടെ കുടുംബത്തെ തിരഞ്ഞെടുക്കുകയാണ്. 1000-10,000 കുഞ്ഞുങ്ങളെ നൈൽ നദിയിലെ മുതലകൾ വിഴുങ്ങിയപ്പോൾ ആ മുതലകൾ പാർക്കുന്ന അതേ ദേശത്ത് തന്നെ ദൈവം കണ്ടതിനെ കൊട്ടാരത്തിനകത്ത് വളർത്തി. ആമേൻ. ഇന്ന് പകലിൽ ദൈവം നിന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ നിനക്ക് വിരോധമായി അണിയറയിൽ ഏത് ശക്തികൾ ഒരുങ്ങിയാലും അതിന്റെ വായിൽ പെടാതെ നിന്നെ പരിപാലിക്കുന്ന ഒരു ദൈവകൃപയുടെ ആഴം ഈ പകലിലും ദൈവജനത്തിന്റെ മേൽ യേശുവിന്റെ നാമത്തിൽ പകരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ കുടുംബങ്ങൾ വിശേഷപ്പെട്ടതാണ്. നമ്മുടെ കുടുംബങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട കുടുംബങ്ങളാ. അതിനെതിരെ മറ്റാർക്കുമില്ലാത്ത പോരാട്ടങ്ങൾ നമ്മുടെ കുടുംബത്തിന്റെ നേരെ, കുഞ്ഞുങ്ങളുടെ നേരെ, ആരോഗ്യത്തിന് നേരെ, സമ്പത്തിന് നേരെ, ദൈവകൃപയ്ക്ക് നേരെ അകത്തുനിന്നും പുറത്തുനിന്നും വെല്ലുവിളികൾ ഉയരുമ്പോൾ നീ സന്തോഷിക്കേണ്ടത് എന്റെ ഭവനം ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭവനമാ. എനിക്ക് കാവൽ മാനുഷിക ശക്തികളല്ല, എനിക്ക് കാവൽ ദൈവത്തിന്റെ ദൂതന്മാരാണെന്ന് വിചാരിക്കണം. സ്തോത്രം. ന്യായപ്രമാണ യുഗം കഴിഞ്ഞ് 430 വർഷം ദൈവത്തിന്റെ മൗനത. ദൈവം മൗനമായി നിന്നു. ആരാധന തകർന്നു, ആലയം തകർന്നു, ജനം ചിതറപ്പെട്ടു. ലോകത്തിന്റെ വിവിധ ഇടങ്ങളിലേക്ക് അവർ ഓടിപ്പോകേണ്ട അവസ്ഥകൾ ഇസ്രായേലിന്റെ ചരിത്രത്തിൽ ഉണ്ടായി. പക്ഷേ ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പ് മാറിയില്ല. ഒരു ദിവസം 400 വർഷത്തെ മൗനതയ്ക്ക് ശേഷം ദൈവത്തിന്റെ ദൂതൻ ആരാധിക്കുന്ന ഒരുവന്റെ വീട്ടിലേക്ക് ഇറങ്ങി വന്നിട്ട് പറയുകയോ, ഞാനൊരു തലമുറയെ പുറത്തു കൊണ്ടുവരാൻ പോകുകയോ, എലിയാവിന്റെ ആത്മാവോടും എലിയാവിന്റെ ശക്തിയോടും കൂടെ ഒരു തലമുറ. വ്യത്യസ്തനായ ഒരു തലമുറ സെഖര്യാവിന്റെ കുടുംബത്തിൽ നിന്ന്. സ്തോത്രം. ലോകം ഭാഗ്യമെന്ന് പറയുന്നതൊന്നും ആ കുടുംബത്തിൽ ഇല്ലായിരുന്നു. പ്രാർത്ഥിക്കുന്നവന്റെ കുടുംബത്തെ നോക്കി നിനക്ക് ഭാഗ്യമെന്ന് പറയാൻ എന്തുണ്ട്? നിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കാത്തത് എന്ത്? ഈ വിധത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടെങ്കിലും അവൻ പതിവ് പോലെ ആലയത്തിൽ ചെന്ന് അവന്റെ ശുശ്രൂഷാകാലം തികച്ചു. ചോദ്യങ്ങളുടെ മുമ്പിൽ വാടിത്തളർന്നിരിക്കുകയല്ല, നിന്നെ ഏൽപ്പിച്ച ഒരു ശുശ്രൂഷയുണ്ട്. ഹല്ലേലൂയ. നിന്റെ നേരെ ഉയർന്നു വരുന്ന ചോദ്യങ്ങൾ അത് നിന്റെ നെഞ്ചിന് നേരെയല്ല വരുന്നത്. ആ ചോദ്യങ്ങൾ ചെന്ന് തറയ്ക്കുന്നത് നിന്നെ ഈ ശുശ്രൂഷയ്ക്ക് വിളിച്ചവന്റെ ചങ്കിന് നേരെയാ. ഉത്തരം കൊടുക്കേണ്ടത് അവിടുന്നാണ്. സ്തോത്രം, സ്തോത്രം. ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. Praise the Lord.
ആ കുടുംബത്തിലെ ദൈവിക ഇടപെടലോടൊപ്പം തന്നെ അവിടെയൊക്കെ നിന്ന് ഒത്തിരി കാര്യങ്ങൾ ഓർപ്പിക്കാനുണ്ടെങ്കിലും മുൻപോട്ട് പോവാ. കുടുംബം എന്നുള്ളതാ വിഷയം. വേറൊരു കുടുംബത്തിൽ 6 മാസം കഴിഞ്ഞപ്പോൾ ഒരു ദൈവപ്രത്യക്ഷത നമുക്കറിയാം. അവിടെ ചെന്ന് പറഞ്ഞു, ലോകം ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഒരു പൈതലിന് നീ ജന്മം കൊടുക്കാൻ പോകുകയാ. ഇത് രണ്ടും പറഞ്ഞത് രണ്ടും മാതാക്കളോടാ. ഇന്ന് പകലിൽ ഇവിടെ തലമടക്കിയിരിക്കുന്ന ഓരോ അമ്മമാരോടും ദൈവത്തിന് പറയാനുള്ളത്, ഹല്ലേലൂയ. വ്യത്യസ്ത അമ്മയാണെങ്കിൽ, പ്രാർത്ഥിക്കുന്ന അമ്മയാണെങ്കിൽ, ആരാധിക്കുന്ന അമ്മയാണെങ്കിൽ നിനക്ക് ലഭിക്കുന്നത് ആത്മീകമുള്ള ഒരു തലമുറയായിരിക്കും. അയ്യോ, കർത്താവിനെ കൈയടിച്ച് അപമാനിക്കണ്ട കേട്ടോ. അടിക്കുകയാണെ കൊള്ളാവുന്ന അടി അടിക്കണം. ഈ ഉമ്മ വെറ്റിലെ ചുണ്ണാമ്പ് തേക്കുന്ന പോലെ അവിടെ വേറെ ദൂതന്മാരുണ്ട് ആരാധിക്കാൻ. അവിടെ ദൂതന്മാര് ഉണ്ട്. എന്നാലും കർത്താവച്ചന് ഇഷ്ടം എന്നാന്നറിയാമോ? തന്റെ പുത്രന്റെ ചോര കൊണ്ട് വിലയ്ക്ക് വാങ്ങിയ തന്റെ ഓമന കുഞ്ഞുങ്ങൾ ഭൂമിയിൽ ഇരുന്നു കൊണ്ട്, പിശാചിന്റെ അധീനതയിൽ ഇരിക്കുന്ന ദുഷ്ടഭൂമിയിൽ ഇരുന്നു കൊണ്ട് ദൈവത്തെ ആത്മാവിൽ, സ്വർഗീയ ശക്തിയിൽ, സ്വർഗത്തിലെ ദൈവത്തിന്റെ ആത്മാവിനാൽ ആരാധിക്കുമ്പോൾ സ്വർഗത്തിന് എന്നാ സന്തോഷമാണെന്നറിയാമോ? ഇവിടെ നമ്മൾ സന്തോഷിക്കാനല്ല ആരാധിക്കുന്നത്, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. ഓ ഹല്ലേലൂയ. ആരാധിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ദൈവം മഹത്വപ്പെടട്ടെ. ആരാധിക്കുന്ന നമുക്കൊരു സമാധാനമുണ്ടാകട്ടെ. പ്രാർത്ഥിക്കുന്ന ആത്മനിറവുള്ള അമ്മമാരായതുകൊണ്ട് അവർ രണ്ടും വ്യത്യസ്തരായിരുന്നു. സ്തോത്രം. ദൂത് കേട്ട അമ്മമാർ രണ്ടും കൂടെ 3 മാസം ഒന്നിച്ചു വാർത്തു. 3 ദിവസം അല്ല, എന്താ പറഞ്ഞ ഞാന് 3 ദിവസം ഒരുപോലെ ജീവിക്കുമോ? അതിൻ്റെ ഇടയ്ക്ക് 3 കമ്മിറ്റി കൂടണം. അതാത് ദിവസത്തെ പ്രശ്നം പരിഹരിക്കാൻ. എലിസബത്തിന്റെ വീട്ടിൽ ആത്മനിറവും ദൂതും കേട്ട ഒരു ചെറുപ്പക്കാരത്തി ഓടി ചെല്ലുകയാണ്. സ്തോത്രം. എലിസബത്തിന്റെ വീട്ടിൽ ചെന്നപ്പോ അച്ഛാൻ വന്ദനം ഒന്നും പറഞ്ഞില്ല, മിണ്ടിയില്ല. നമ്മളായിരുന്നേ അവിടെ നിന്നേനെ. എന്നാലും ഞാൻ ചെന്നിട്ട് അയാളൊന്നും മിണ്ടിയില്ലല്ലോ, അയാൾ ഉദ്ദേശിയാന്നും പറഞ്ഞിരിക്കുക അല്ലേ. എന്നാലും ഞാൻ ചെന്നിട്ട് ആ ഉദ്ദേശിക്ക് മിണ്ടാനൊക്കത്തില്ല. തമ്പുരാൻ ക്ലിപ്പ് ഇട്ടിരിക്കുക, പിന്നെ എങ്ങനെയാ മിണ്ടുന്നത്? പലരും മിണ്ടാത്തത് തമ്പുരാന്റെ ക്ലിപ്പ് കൊണ്ടാണ്. ചുമ്മാ അവിശ്വാസം വാ പൊളിച്ചാൽ അവിശ്വാസം പറയുന്നതിന്റെ ഒക്കെ വായ തമ്പുരാൻ ക്ലിപ്പ് വെച്ച് എന്തോ ചെയ്തു. ഇനി കുറെ കഴിഞ്ഞ് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. ചുമ്മാ മെന കാണിക്കല്ലേ, ക്ലിപ്പ് വീഴും. ക്ലിപ്പ് പിന്നെ പറയാനൊക്കത്തില്ല. പറയണമെന്നുണ്ടേലും പിന്നെ എഴുത്താം. മനസ്സിലാവുന്നുണ്ടോ? എഴുതാൻ ഒരു നിയോഗം സക്കറിയാവിന്. സക്കറിയാവ് ദൈവഹിതം എഴുതി. അങ്ങനെ എഴുതിയാലേ ഈ ക്ലിപ്പ് പൊട്ടുള്ളൂ. ക്ലിപ്പ് ഊരണമെങ്കിൽ ചിലത് ദൈവഹിതം എഴുതണം. മനസ്സിലായവർക്കായി സ്തോത്രം ചെയ്യുകയാണ്. 2 വ്യത്യസ്ത തലമുറ ജനിച്ചു വരികയാണ്. യോഹന്നാൻ 6 മാസത്തെ കൂടെ മൂത്തതാണ്. പക്ഷേ ആത്മനിറവുള്ള അമ്മ, സ്തോത്രം, ദൂത് കേട്ട അമ്മ അവനോട് പറഞ്ഞു, മോനെ നീ ഒരു പുരോഹിതനല്ല, നീ പ്രവാചകനാ. ഇത് കേട്ടോ, ആത്മനിറവുള്ള അമ്മ ചുമ്മാ പിള്ളാരോട് അതും ഇതും പറയല്ലേ, ദൂത് പറയണം. എന്തോ പറയണം? അത് കിട്ടിയല്ലേ പറയാൻ നോക്കൂ. കിട്ടിയല്ലേ പറയാൻ നോക്കൂ. നീ ആരാകും? ഇന്ന് വരെ ഞാൻ കേട്ടിട്ടില്ല, മകനെ മകളെ നിന്നെ ബീഹാറിലോട്ട് ഒരു ആത്മനിയോഗം ഉണ്ടൊന്ന് പോ. ബീഹാറോ? നാളെ വന്ന ദേവദാസനും ദാസിയും പറഞ്ഞു, മഞ്ഞു പെയ്യുന്ന നാട്ടിലോട്ടാ എന്നെ. മഞ്ഞെന്നെ കേരളത്തിൽ പെയ്തില്ലേ?
ബീഹാറിലും മഞ്ഞൊക്കെ പെയ്യും, ഇനി എപ്പോഴും ഇല്ലെന്നേ ഉള്ളൂ. ഉണ്ടല്ലോ ഇവിടെ എല്ലാവരും അല്ലേ? ആ, ഈ മഞ്ഞ് പെയ്യുന്ന നാട്ടിൽ എല്ലാവരും കൂടെ ചെന്നിട്ട് എന്തെടുക്കാനാ? അവിടെ ഒരു കുമ്മട്ടിക്കായി ഒന്നും നടക്കുകയില്ല. ഞാൻ അവിടെ ഒക്കെ പോയേച്ച് വന്ന അവിടെ അക്വേറിയത്തിലെ മീൻപിടുത്തം അല്ലാതെ കടലിലെ മീൻപിടുത്തം നടക്കത്തില്ല. മനസ്സിലായവർക്കായി സ്തോത്രം. എന്തോ എവിടാ മീൻപിടുത്തം? എല്ലാവരുടെയും കയ്യിൽ ഇത്രയുള്ള ഒരു വലയുണ്ട്, ഇത്രയുള്ള ഇനി കോരുവല എന്ന് പറയുക, അതിന് വീശുവലയല്ല. ഈ അക്വേറിയത്തിൽ നിന്നെടുത്ത് അവിടുന്ന് സ്ഥലം മാറുമ്പോ ആ അക്വേറിയത്തിൽ നിന്നെടുത്ത്, എന്നാലും അതിനകത്തുനിന്ന് ഹൈജാക്ക് ചെയ്യുന്നവരുണ്ട്. ഒന്നും മനസ്സിലാവുന്നില്ലെന്ന് തോന്നുന്നു. ആയി വരും വീട്ടിൽ ചെല്ലുമ്പോഴത്തേന്. കേട്ടോ, മനസ്സിലാക്കി പോകാൻ നമുക്ക് നേരമില്ല. അമ്മ ഈ കുഞ്ഞിനോട് പറഞ്ഞു, മോനെ, ഈ തലമുറയിൽ പഠിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. എന്തുവാന്നറിയാമോ? നിന്റെ പുറകെ ഒരാശാരി കുഞ്ഞു വരുന്നുണ്ട്. ആശാരി കുടുംബത്തിൽ ജനിച്ച ഒരു കുഞ്ഞു വരുന്നുണ്ട്. അവൻ നിന്നേക്കാൾ ശക്തനാണ്, നിന്നേക്കാൾ ബലവാനാണ്. ഹല്ലേലൂയ! നിന്നേക്കാൾ യോഗ്യനാണ്, നിന്നേക്കാൾ മിടുക്കനാണ്. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്ത്, അച്ഛൻ കുടുംബത്തിലൊക്കെ പറഞ്ഞാണെങ്കിലും ആണല്ലോ അല്ലേ? യോഹന്നാൻ സ്നാപകൻ എവിടെ ജനിച്ചത്? അപ്പൻ അച്ഛനായിരുന്നു, പുരോഹിതനായിരുന്നു. പുരോഹിത കുടുംബത്തിന്റെ പാരമ്പര്യം നിനക്കുണ്ടെങ്കിലും ഒരു പാരമ്പര്യവും ഇല്ലാത്ത ആ ആശാരിക്കുഞ്ഞിന് വേണ്ടി വഴിമാറിക്കൊട്. ഇത് പഠിപ്പിക്കണം ആത്മനിറവുള്ള അമ്മ. ഇന്ന് മത്സരങ്ങളുടെ ലോകമാ ആണല്ലോ. വാക്യം പോലും എന്തെടുക്കുക? 119 സങ്കീർത്തനം ഒറ്റ ശ്വാസത്തിൽ പിള്ളേർക്ക് ഉറക്കവും കൊടുക്കുകയില്ല, ഊണും കൊടുക്കുകയില്ല. പഠിപ്പിച്ചേച്ച അമ്മമാര് തമ്മിൽ മത്സരം പിള്ളേരുടെ മനസ്സിലില്ല. പിള്ളേർക്ക് ഇത് ചൊല്ലി തീർത്തിട്ട് ഒരു പാത്രം വാങ്ങിക്കണമെന്നേ ഉള്ളൂ. പക്ഷെ അമ്മമാരുടെ അകത്ത് എന്തോ വരിക. ഇങ്ങനെ ഇരുന്നാ ഞാൻ 2 മണിയായാലും ഇന്ന് നിർത്തുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് ഉത്സാഹത്തോടെ ഇരിക്കണം. ഞാൻ പറയുന്നത് എന്തുവാന്ന് മനസ്സിലാവുന്നുണ്ടോ? എന്തുവാ നമ്മുടെ തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നത്? നിന്നേക്കാൾ 6 മാസത്തിന് എളുപ്പമുള്ള ഒരു സാധു കുടുംബത്തിലെ പണമില്ല, പ്രതാപമില്ല, കുടുംബശ്രേഷ്ഠതയില്ല, പൗരോഹിത്യം പറയാനില്ല, ശ്രേഷ്ഠമായതൊന്നും പറയാനില്ലെങ്കിലും ദൂതുകേട്ട അമ്മ അടുത്ത ദൂതുകേട്ട ഒരു തലമുറയോട് പറയുക, മാറിക്കൊടു മോനെ, നിന്റെ പിന്നാലെ വരുന്നവൻ മുന്നോട്ട് പോകട്ടെ. മത്സരിച്ച് കയറാനല്ല പഠിപ്പിക്കുന്നത്. ദൈവ കുടുംബത്തിലും ദൈവസഭയിലും ഇന്ന് മത്സരിക്കുക. ഞങ്ങളുടെ സ്ഥലത്ത് ഇവിടെ അല്ല, ഞങ്ങളുടെ റാന്നി ആ സൈഡില് ഒരു മീറ്റിങ്ങിന് ചെന്നപ്പോ ഇതുപോലെ അരികിൽ കുട്ടിയാൻ്റെ തിരുവനന്തപുരത്ത് വന്ന കഥയും പറയും വേണ്ടി വന്നാ പറയത്തില്ലെന്നൊന്നും ഞാൻ പറയത്തില്ല. വരുമല്ലോ, പറയേണ്ടി വരുമല്ലോ. അന്നേരം പറയും തിരുവനന്തപുരത്ത് ഞാൻ ഒരിടത്ത് പോയി എല്ലാം ഇങ്ങനെ ഇരുന്നെന്ന് പറയും. അതാ പറയാതിരിക്കാൻ ഒക്കത്തില്ല. സ്വതന്ത്രം റാന്നിയിലേ പറയാമെങ്കിൽ പിന്നെ തിരുവനന്തപുരത്തെ ഒന്ന് പറയുന്നതിനല്ല. അപ്പൊ റാന്നി ചെന്നപ്പോ ഒരു ഗ്രൂപ്പ്, ഇങ്ങനെ ഒരു ഗ്രൂപ്പായിട്ട് എൻ്റെ സഹോദരിമാരിയ്ക്കുക. അവര് സ്വത്രം പറയുന്നില്ല, കൈയടിക്കുന്നില്ല, ചിരിക്കുന്നില്ല, ചിരിക്കുന്നവരെ ഇങ്ങനെ നോക്കുന്നു. അപ്പൊ എനിക്ക് രോഗം പിടികിട്ടി. എന്നാന്നറിയാമോ? യൂത്ത് ക്യാമ്പ് കഴിഞ്ഞതിന്റെ മത്സരത്തിന്റെ പ്രത്യക്ഷ ഫലമായിതാണ്. പിള്ളാര് മത്സരിച്ച് സമ്മാനം വാങ്ങിച്ച് അവരൊന്നിച്ച് ക്രിക്കറ്റ് കളിക്കും. പക്ഷെ അമ്മമാരുടെ ഉള്ളത്തിൽ നിന്ന് ക്രിക്കറ്റ് കളി പോകത്തില്ല. അവിടെ മോന് നിന്നെയൊക്കെ ഭരിക്കുന്ന ദുരാത്മാവല്ലാതെ വേറൊരാത്മാവുമല്ല. മത്സരത്തിന്റെ ആത്മാവ്, ഭോഷ്കിന്റെ ആത്മാവ്, ജഡത്തിന്റെ ആത്മാവ്. മത്സരിക്കാനല്ല നമ്മുടെ തലമുറയെ പഠിപ്പിക്കേണ്ടത്. ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ, ഒന്നിച്ചിരുന്ന് ആരാധിക്കാൻ, ഒന്നിച്ചിരുന്ന് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ. ആത്മനിറവുള്ള മാതാവേ, ക്ഷമിക്കാൻ പഠിപ്പീര്, സ്നേഹിക്കാൻ പഠിപ്പീര്, കരുതുവാൻ പഠിപ്പീര്, കരുണ കാണിക്കാൻ പഠിപ്പീര്, ക്ഷമിക്കാൻ പഠിപ്പീര്, മറ്റുള്ളവരെ ബഹുമാനിക്കാൻ പഠിപ്പിക്ക.
എന്തുവാ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്? നമ്മൾ പറഞ്ഞു കൊടുക്കും, മക്കളെ ഞാൻ പറയുന്ന പോലെ അന്യഭാഷ, നീ പറയുന്ന അന്യഭാഷ അല്ല കൊച്ചു പറയേണ്ടത്. നിന്റെ നാക്കെ തന്നത് നീ പറഞ്ഞാൽ മതി. കൊച്ചിന് വേറെയാ തമ്പുരാൻ വെച്ചിരിക്കുന്നത്. ഞാൻ പറയുന്ന പോലെ അന്യഭാഷ അത് പറയണ്ട. ആത്മാവ് അവർക്ക് ആത്മാവ് ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. ഇതിന് കൂട്ടുകച്ചവടമൊന്നുമല്ല, ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ നമ്മുടെ തലമുറയെ ദൈവം തൊടേണ്ടതിന് ഏൽപ്പിച്ചുകൊണ്ട്, ആ പരിശുദ്ധാത്മാവ് തൊടേണ്ടതിന് ഏൽപ്പിച്ചുകൊണ്ട്, ആ ദൈവിക ദർശനമില്ലാത്ത, ദൈവിക ചലനമില്ലാത്ത, ആത്മനിറമില്ലാത്ത ഒരു തലമുറയായി മാറിയിരിക്കുമ്പോൾ ദൈവം അവരോട് ഇടപെടുവാൻ, ഞാൻ എൻ്റെ 17-ാമത്തെ വയസ്സിൽ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു, കൃപയിലേക്ക് നടത്തപ്പെട്ടു. ഹല്ലേലൂയ. അപ്പന് തള്ളി, അമ്മ തള്ളി, സഹോദരങ്ങൾ തള്ളി, ബന്ധക്കോസ് എന്ന് പറഞ്ഞ് അപമാനിച്ച് സങ്കടപ്പെടുത്തി ഒരുപാട് തിക്താനുഭവങ്ങളിലൂടെ നടന്നെങ്കിലും അവൻ എന്റെ വലം കൈക്ക് പിടിച്ചിരുന്നത് കൊണ്ട് ഇന്നും കൃപയിലുണ്ട് ദൈവത്തിന്റെ പൈതലേ. ഹല്ലേലൂയ. ഒരു തലമുറയ്ക്ക് എന്താ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്? പ്രാർത്ഥിച്ചു വാങ്ങാൻ അവരെ പഠിപ്പിക്കണം. വിശ്വാസം എന്തെന്നവരെ പഠിപ്പിക്കണം. പ്രത്യാശ എന്തെന്നവരെ പഠിപ്പിക്കണം. സ്നേഹം എന്തെന്ന് പഠിപ്പിക്കണം. അതെങ്ങനെ? ആലയത്തിൽ വരുമ്പോ നിറഞ്ഞതുള്ളും, വീട്ടിൽ ചെല്ലുമ്പോ ഉറഞ്ഞതുള്ളൂ. എന്താ? ആലയത്തിൽ വരുമ്പോ ഈ ഉറഞ്ഞതുള്ളി അമ്മാമ, വീട്ടിൽ ചെല്ലുമ്പോ സ്തോത്രം. ആലയത്തിൽ വന്ന് നിറഞ്ഞതുള്ളി അമ്മാമ, വീട്ടിൽ ചെല്ലുമ്പോ പിള്ളേര് ഇങ്ങനെ ഉറഞ്ഞതുള്ളുക. പിന്നെയും ആലയത്തിൽ വന്ന് നിറയുമ്പോ മുന്നേ ഇരിക്കുന്ന പിള്ളേർ ഇങ്ങനെ നോക്കും, ഞങ്ങളുടെ അമ്മ തന്നെയാണോ ഈ തുള്ളുന്നതെന്ന്. ഇല്ലേ? പിള്ളേരെയും കൊണ്ട് ചുമ്മാ പുറമോട്ട് തിരിഞ്ഞ് നോക്കിക്കരുത്. ഞാൻ പറഞ്ഞേക്കാം, ആലയത്തിൽ വരുമ്പോഴല്ല ആത്മീയം കാണിക്കേണ്ടത്. നിന്റെ തലമുറയെ വളർത്തുന്നതിന്, നിന്റെ തലമുറയ്ക്ക് നല്ലത് പറഞ്ഞു കൊടുക്കേണ്ടതിന്, അവരെ എങ്ങനെ ഡ്രസ്സ് ധരിപ്പിക്കണം, അവർ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാ, അവരെ ചില ശീലങ്ങൾ പഠിപ്പിക്കേണ്ടതിന്, ഉപവസിക്കാൻ പഠിപ്പിക്കാൻ, ദൈവവചനം വായിക്കാൻ പഠിപ്പിക്കാൻ, സ്തോത്രം സ്തോത്രം സ്തോത്രം, സൺഡേ സ്കൂളിൽ കൃത്യമായി പോകാൻ പഠിപ്പിക്കാൻ, വീട്ടിൽ ഫോണുമായി മുറിക്കകത്തേക്ക് കയറുമ്പോ ആ മുറിയുടെ വാതിലിന്റെ കൊളുത്ത് ചുറ്റിക കൊണ്ട് അടിച്ച് ഇല്ലാതാക്കാൻ ഒരമ്മയ്ക്ക് അഭിഷേകം വേണമെന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ പരാതി എന്നാന്നറിയാമോ? ഞാൻ പറയുന്നതൊക്കെ മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? വിളിച്ച ആ മുറി തുറക്കത്തില്ല. ഞാൻ ആ അമ്മാമ്മയോട് ചോദിച്ചു, ചുറ്റിക വീട്ടിലില്ലായിരുന്നു, മുറി തുറക്കത്തില്ലെന്ന്. ഇനി അവള് കൊളുത്തിടരുത്. ആ പരുവത്തിൽ ആ കൊളുത്തിന് ഒരെണ്ണം കൊടുക്കണം. വീട്ടിൽ പൂട്ടിയിരുന്ന്, റൂം പൂട്ടിയിരുന്ന് ഈ 24 അവേഴ്സും ഫോണ് റിസർച്ച് ചെയ്യാം. നീ ആര്? കഴിക്കാൻ മാത്രം വരും, തുണി വേറെ വല്ലവരും നനച്ചു കൊടുക്കണം. അങ്ങനെ കൊടുക്കേണ്ടെന്ന്. ചേടാ, പിള്ളേർക്കെല്ലാം എന്നോട് ദേഷ്യം വരുന്നുണ്ട്. ഒരു രക്ഷയുമില്ല, പറഞ്ഞേ പറ്റത്തുള്ളൂ. പ്രായത്തിനനുസരിച്ച് ജീവിക്കാൻ അവരെ പഠിപ്പിക്കണം ദൈവത്തിന്റെ പൈതലേ. സർട്ടിഫിക്കറ്റ് കുറച്ച് മതിയെന്നേ. ഇല്ലെങ്കിൽ കാനഡായി കൊണ്ടുപോയിട്ട് ചപ്പാത്തി കുഴയ്ക്കാൻ പഠിപ്പിക്കും ദൈവം. അനുഗ്രഹിച്ചങ്ങ് കാനഡായി കൊണ്ടുപോകും. അവിടെ ചെല്ലുമ്പോ ചപ്പാത്തി കുഴയ്ക്കാൻ പഠിക്കും. ഇവിടെ നിന്ന് കുഴി, ഗോതമ്പ് കുഴയത്തില്ല, നമ്മൾ കുഴി വേണ്ട കേട്ടോ. പരിശുദ്ധാത്മാവെന്ന് പറയുന്നത് ആലയത്തിലേക്ക് മാത്രമുള്ളതല്ല, സകല സത്യത്തിലും വഴി നടത്തണം. സകല ലോകത്തിന്റെ ശക്തിയെയും ജയിക്കുന്നതാ, ജഡത്തിന്റെ ശക്തിയെ ജയിക്കുന്നതാ, ജ്ഞാനത്തോടെ നടത്തുന്നതാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ടമ്മമ്മ ഇവരെ പഠിപ്പിച്ചു. ആ രണ്ട് കുടുംബവും അനുഗ്രഹിക്കപ്പെട്ട കുടുംബങ്ങളായി മാറി. ഒന്ന് ലോകത്തിന്റെ രക്ഷകനായി മാറി, മറ്റേത് രക്ഷകന്റെ നോട്ടീസായി മാറി. സ്തോത്രം സ്തോത്രം.
എത്ര പേരെയാ കൃപയിലേക്ക് യോഹന്നാൻ നടത്തിയത്. പോട്ടെ, സമയം കടന്നു പോകുന്നു, ഞാൻ മുന്നോട്ട് വരികയാ. കൃപായുഗത്തിൽ ആത്മയുഗം വരുമ്പോൾ മർക്കോസിന്റെ മാളിക മുറി സ്വർഗം തിരഞ്ഞെടുത്തു. പ്രൈസ് ദി ലോർഡ്. മർക്കോസിന്റെ മാളിക മുറിയിൽ 120 പേർ ഒന്നിച്ചുകൂടിയിരിക്കുകയാ. അവർ ഇന്നലകളിൽ വന്നുപോയ കുറവുകളെ കുറിച്ച് ഏറ്റുപറഞ്ഞ് യഥാസ്ഥാനപ്പെട്ട് ഒന്നിച്ചൊരു ദൈവശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കാലാവസ്ഥാ നിരീക്ഷകർ അറിയാതെ ഒരു കാറ്റ്, പ്രൈസ് ദി ലോർഡ്, ലോകം ആരും അറിയാതെ പ്രാർത്ഥിക്കുന്ന നിന്റെ മുറിക്കകത്തേക്ക് ദൈവശക്തി പകരാൻ കരുത്തനായവൻ ഇന്ന് പകൽ നമ്മുടെ നടുവിൽ ഉണ്ട്. ദിനംതോറും പ്രാർത്ഥിക്കുന്ന ദൈവവൈതലേ, നിന്റെ ഭവനം ഒരു മർക്കോസിന്റെ മാളിക മുറിയാക്കുവാൻ, എഫെസോസ് ആക്കുവാൻ, ശമരിയാക്കുവാൻ, ഹല്ലേലൂയ, കൈസര്യയിൽ ഇത്താലിക എന്ന വീട്ടിൽ എന്ന സ്ഥലത്ത് ശതാധിപന്റെ വീട്ടിൽ പെന്തക്കോസ്തിന്റെ 4 അനുഭവങ്ങളും വീടുകളിലാണ് നടന്നത്. നമ്മുടെ വീടുകൾ ആത്മനിറവിന്റെ സങ്കേതങ്ങളായി മാറട്ടെ. നമ്മുടെ തലമുറകൾ അതിന്റെ ഭാഗവാക്കുകളായി തീരട്ടെ. ദൈവം സ്പർശിക്കുന്ന ഒരു തലമുറ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്നേഹം അറിയുന്ന, ഐ ലവ് യു ജീസസ് എന്നൊന്നും പാടിയാ ഒക്കത്തില്ല. ദൈവത്തിന്റെ സ്നേഹം അറിയുന്ന, ദൈവത്തിന്റെ സ്നേഹത്താൽ പിടിക്കപ്പെട്ട തലമുറ, പ്രൈസ് ദി ലോർഡ്, നമ്മുടെ സഭകളിൽ ഉണ്ടാകണം, നമ്മുടെ വീടുകളിൽ ഉണ്ടാകണം. വായിച്ച കുറിവാക്യത്തിലേക്ക് ഞാൻ ഓടി വരികയാ. അപ്പോസ്തലപ്രവൃത്തി 2:40. ഈ തലമുറയുടെ നടുവിൽ വ്യത്യസ്തരായിരിപ്പി. ഹല്ലേലൂയ. വിശ്വാസം നമ്മളെ വ്യത്യസ്തരാക്കി അല്ലേ? നമ്മൾ ആയിരുന്ന ഇടത്തു നിന്ന് നമ്മൾ എന്തിനാ മാറിയത്? നമ്മൾ ഏറ്റുപറഞ്ഞ വിശ്വാസം, ഏറ്റെടുത്ത ദൈവകൃപ, പ്രാപിച്ച വിശുദ്ധി, പാലിച്ച അനുഭവങ്ങൾ. ഇതൊന്നും മറക്കല്ല. ഞാൻ ഈ പറയുന്ന വേടുകളൊന്നും മറക്കല്ല. ഏറ്റുപറഞ്ഞ വിശ്വാസം, ഏറ്റെടുത്ത വിശുദ്ധി, പ്രാപിച്ച ദൈവകൃപ, ഇതൊന്നും നമ്മൾ എന്ത് ചെയ്യരുത്. ഇതാണ് നമ്മളെ എന്താക്കിയത്? വ്യത്യസ്തരാക്കിയത്, വ്യത്യസ്തരാക്കിയത്. അങ്ങനെയാണെങ്കിൽ ഈ തലമുറയെ കുറിച്ച് ചില കാര്യങ്ങൾ ഞാൻ ഓർപ്പിക്കുന്നു. ഒന്നാമത്, ഈ തലമുറയെ കുറിച്ച് ദൈവത്തിന്റെ വചനം പറയുന്നത് വക്രതയുള്ള തലമുറ, കോട്ടമുള്ള തലമുറ. ഇത് പത്രോസ് അപ്പോസ്തലൻ പറയുമ്പോൾ ഏകദേശം അതുതന്നെ ആയിരുന്നു തലമുറയുടെ അവസ്ഥ. ആത്മീയ കാര്യങ്ങൾക്ക് സീരിയസ്നെസ് ഇല്ലാത്ത തലമുറ. ക്രിക്കറ്റ് ആണോ വലുത്, ആരാധനയാണോ വലുത്? ഇന്ന് ഫൈനലാ, ക്രിക്കറ്റിന്റെ ഫൈനൽ. ആരാധന പിന്നെയും ഉണ്ട്. പിന്നെ ഇന്ന് ക്രിക്കറ്റ് ഇന്നേ ഉണ്ട്. ഏതിനു പോവും? എത്തിയില്ല, പോണം. അതാ ആരാധനയെ വില കുറഞ്ഞ് കാണിക്കുക. ഞായറാഴ്ചയാണ് കൂട്ടുകാരെത്തി ഔട്ടിങ്ങിന് പോകാൻ വിളിച്ചത്, കൂടെ ജോലി ചെയ്യുന്നവരെ. അമ്മ ഞാനിന്ന് പൊക്കോട്ടെ. അമ്മയും കൊഴിഞ്ഞു. വിടാതിരിക്കുമോ വിടാതിരിക്കാനോ? എന്തു പറയണം? നിങ്ങൾ തന്നെ പറഞ്ഞോ, ചിന്തിച്ചാ മതി. സ്തോത്രം. ആരാധനയുടെ വാല്യൂ എന്താണെന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ കുഞ്ഞുങ്ങളെ അത് പഠിപ്പിക്കണം. ആരാധന എന്ന് പറയുന്നത് സംഗീതങ്ങളുടെ അകമ്പടിയല്ല, ആഘോഷങ്ങളുടെ ആരവാരമല്ല, ദൈവത്തിന് കൊടുക്കുന്നതാ ആരാധന. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിക്കുമ്പോൾ വല്ലതും തരണേന്നാ നമ്മൾ ചോദിക്കുന്നത്. ആരാധന മേടിക്കാനുള്ളതല്ല, ആരാധന കൊടുക്കുകയാണെന്നോർക്കണം. ദൈവത്തിന് കൊടുക്കുകയാ. എന്താ കൊടുക്കുന്നത്? സർവ മഹത്വവും സർവശക്തിയും നമുക്കുള്ള സകലതും
യാഗമായി ദൈവസന്നിധിയിൽ വെക്കുന്നതാണ് ആരാധന. ഹല്ലേലൂയ. വാല്യൂ സിസ്റ്റം എല്ലാം കീഴ്മേൽ മറിഞ്ഞു. എല്ലാത്തിന്റെ വില കുറഞ്ഞതിന് വിലയുള്ളതാക്കി മാറ്റി, വിലയുള്ളതിന്റെ വില കുറച്ച് കാണിക്കുന്നു. അങ്ങനെ ഒരു കാലഘട്ടമായി ഇപ്പം വന്നിരിക്കുന്നത്. വിശ്വാസത്തിന് എന്തു വില? വിശ്വാസത്താൽ ജീവിക്കുന്നതെന്ന് പണ്ടൊക്കെ ആ സാക്ഷ്യമൊക്കെ നമുക്ക് കൊള്ളിക്കുമായിരുന്നു. ഞാൻ ഇന്ന ഒരു പേനയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. ഇതൊക്കെ കേൾക്കുമ്പോൾ ഇപ്പോഴത്തെ തലമുറ എന്തോ ചെയ്യും? പേനായിക്ക് പ്രാർത്ഥിച്ചാൽ കിറുക്കാന്ന് ചോദിക്കും അല്ലേ? ഹല്ലേലൂയ. അവർക്ക് തമാശയാ. എന്നാ ഞാൻ ചോദിക്കട്ടെ, ഒരു പേന പ്രാർത്ഥിച്ചു വാങ്ങിക്കാനുള്ള വിശ്വാസമുണ്ടോ? അറ്റ്ലീസ്റ്റ് ഒരു പേനയെങ്കിലും പ്രാർത്ഥിച്ച് ദൈവത്തിൽ നിന്ന് പ്രാപിക്കാനുള്ള വിശ്വാസമുണ്ടോ എന്ന്? എന്നാൽ ഒരു തലമുറയോട് ചോദ്യയില് ഒന്നും കൊടുക്കാതെ വീട്ടിൽ നിന്ന് ക്രിസ്തു നിമിത്തം 2-3 പെൺമക്കളെ കയ്യിൽ പിടിച്ചുകൊണ്ട് എന്റെ യേശു മാത്രം മതിയെന്ന് പറഞ്ഞ് ഇറങ്ങിത്തിരിച്ച ഒരു തലമുറ. അവര് പാടി, അവർക്ക് കരുതലിന്റെ കരം കണ്ടു, അവർ സൂക്ഷിപ്പിന്റെ കരം കണ്ടു. ദൈവം അവർക്ക് വേണ്ടി കൊടുത്തു, ശ്രേഷ്ഠമായ വഴികളെ തുറന്നു. ഹല്ലേലൂയ. അതാ വിശ്വാസം. വാല്യൂ സിസ്റ്റം എല്ലാം കീഴ്മേൽ മറിഞ്ഞ ഒരു കാലഘട്ടത്തിന്റെ നടുവിൽ പത്രോസ് അപ്പോസ്തലൻ 11 പേരുടെ നടുവിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറയുകയാ, മറ്റതെല്ലാം ഞാൻ വിടുകയാ. മാനസാന്തരം വേണം, സ്നാനം വേണം, പരിശുദ്ധാത്മാവിനെ വേണം, വേർപെട്ട് ദൈവത്തെ ആരാധിക്കണം, അപ്പോസ്തലന്മാരുടെ ഉപദേശം കേൾക്കണം. ഇത് പറയുമ്പോൾ താൻ ഒരു കൂട്ടത്തെ കണ്ടുകൊണ്ടാ പറയുന്നത്. ശ്രദ്ധിച്ചേ. നമ്മൾ സിനിമ കാണാൻ വന്നതല്ല കേട്ടോ. കുഞ്ഞുങ്ങളൊക്കെ വളരെ ശാന്തരായി അതാത് സ്ഥാനങ്ങളിൽ ഇരിക്കുക. ദൈവവചനത്തിന് മുമ്പിലായിരിക്കുന്ന അല്പം ദൈവഭയമൊക്കെ നമുക്ക് ആവശ്യമാണ്. ദൈവത്തിന് ചുമ്മാ അലങ്കോലപ്പെടുത്താതെ അതാത് സ്ഥാനങ്ങളിൽ മീറ്റിംഗ് തീരുന്നവരെ ഇരിക്കണം. നിങ്ങളൊരു സ്കൂളിൽ ചെന്നാൽ അതിന്റെ നിയമമുണ്ട്, ക്ലാസ്സിൽ ചെന്നാൽ അതിന്റെ. ഞാനൊരു അധ്യാപികയാണ്, സ്കൂളിൽ അധ്യാപികയാണ്. അപ്പൊ കുഞ്ഞുങ്ങൾ എങ്ങനെ ആയിരിക്കണമെന്ന് നമുക്ക് പൾസ് നല്ലോണം അറിയാം. അവിടെ ശാന്തരായിരിക്കുക. ദൈവത്തിന് സ്തോത്രം. നോക്കിക്കേ, പത്രോസ് ഇത് വിളിച്ചു പറയുമ്പോൾ താൻ പറയുകയാ, യേശുവിനെ ക്രൂശിച്ചവരുടെ നടുവിൽ നിങ്ങൾ വ്യത്യസ്തരായിരിക്കണം. അങ്ങനാണോ വാക്യം? നമുക്കൊന്ന് നോക്കിയാ. അതോ എന്റെ പുസ്തകത്തിൽ മാത്രമേ ഉള്ളൂ എന്ന്? 2-ാം അധ്യായത്തിന്റെ 36-ാമത്തെ വാക്യം നോക്കിക്കേ. ആകയാൽ നിങ്ങൾ ക്രൂശിച്ച നിങ്ങൾ ക്രൂശിച്ച ഈ യേശുവിനെ തന്നെ ദൈവവും കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചു എന്ന് ഇസ്രായേൽ ഗ്രഹമൊക്കെയും നിശ്ചയമായി അറിഞ്ഞുകൊള്ളു. ആരോടാ ഈ പറയുന്നത്? ഇസ്രായേൽ ഗ്രഹത്തോട്. അവരോട് പറയുക, നിങ്ങൾ ക്രൂശിച്ച യേശുവിനെ. ഇത് പറയാൻ കൊള്ളാവുന്ന കാര്യമല്ല. ഒരിക്കൽ തന്റെ സമ്പത്തായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു കൂട്ടം ജനത്തിന്റെ പിന്തുടർച്ച അവകാശികളോട് പത്രോസ് അപ്പോസ്തലൻ എഴുന്നേറ്റ് നിന്ന് പറയുക, നിങ്ങൾ ക്രൂശിച്ച യേശുവിനെ. നമ്മളോട് ഇന്ന് പകൽ കർത്താവിന് പറയാനുള്ളത്, നമ്മുടെ നടുവിലും സമൂഹത്തിന്റെ നടുവിലും മതത്തിന്റെ നടുവിലും രാഷ്ട്രീയത്തിന്റെ നടുവിലും യേശുവിനെ വീണ്ടും വീണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ക്രൂശിക്കുന്നവരുടെ തലമുറയുടെ നടുവിൽ നാം വ്യത്യസ്തരായിരിക്കണം. നമുക്ക് നിസ്സാര കാര്യം മതി കർത്താവിനെ ക്രൂശിക്കാൻ. ഞാൻ ഈ നോഹയുടെ അമ്മാമ്മയോട് ചോദിച്ചു, പേരെന്നാന്ന്? വേദപുസ്തകത്തിലുണ്ടോ? നോഹയുടെ അമ്മാമ്മയുടെ പേര് മിണ്ടുകയെല്ലാം തീരുമാനം എടുത്തോ? എന്നാ ഞാൻ മുണ്ടു. നോഹയുടെ അമ്മാമ്മയുടെ പേര് വേദപുസ്തകത്തിലില്ല. പെട്ടകം പണിത 3 ആൺമക്കളെ പുതുവാന ഭൂമിക്ക് വേണ്ടി ഒരുക്കിയ, ആനയും കുതിരയും കഴുതയും കോഴിയെ കുറുക്കനെ എല്ലാം ഒരു പെട്ടകത്തിൽ മര്യാദക്ക് ഇരുത്തിച്ച, ശുശ്രൂഷയ്ക്ക് സഹായമായിരുന്ന ഈ സഹോദരിയുടെ പേര് എവിടെ ഇല്ല.
ഏലിയാവിനെ വെല്ലുവിളിച്ച ഒരു പിശാചിന്റെ പേര് ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഇല്ലോ, എത്രയിടത്ത് എഴുതിയിട്ടുണ്ട്? 2-3 എഴുതിയിട്ടുണ്ട്. ആ നേരത്തിന് പരിശുദ്ധാത്മാവിന് ഈ നോഹയുടെ ഭാര്യയുടെ പേരൊന്ന് എഴുതി വെച്ചാൽ നമ്മളീ പലർക്കും വീണേനേമല്ലോ ആ പേര്, അല്ലേ? ഇല്ല. അപ്പൊ അവരെന്നോട് പറഞ്ഞു കേൾക്കണം, പേരില്ലേലും ഞാനൊന്നും അല്ലെങ്കിലും എന്നെ ഒന്നും ആക്കിയില്ലെങ്കിലും എന്നിലൂടെ പുറത്തു വരേണ്ട ശുശ്രൂഷ ഞാൻ നിറപടിയായി ചെയ്തുകൊണ്ടിരിക്കും. ഇതൊക്കെ ഒന്ന് മാതൃകയാക്കാൻ നല്ലതാണ്. ഇപ്പം നമ്മുടെ ഇടയിൽ ആ പ്രശ്നം എന്നാന്നറിയാം. ഇപ്പൊ ഒരു മീറ്റിംഗ് നടന്നു. ഇപ്പം നമ്മൾ മീറ്റിങ്ങിലാണല്ലോ. ഇത് കഴിയുമ്പോൾ നിങ്ങൾ പറയാമെന്നല്ല, ഉദാഹരണം പറയാ കേട്ടോ. നിങ്ങളെല്ലാം നല്ല മനുഷ്യരാണ്. എന്നാലും എനിക്കൊന്ന് പ്രാർത്ഥിക്കാൻ അവസരം തന്നില്ലല്ലോ. എന്നാ വീട്ടിൽ ഇരുന്ന് എന്നാ വേല? വീട്ടിൽ ഇരുന്ന് എന്നാ വേല? വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ അങ്ങ് മേപ്പെട്ട് പോകത്തില്ലയോ? അതോ ഇത് വേണോ? 10,000 രൂപയേ ഉള്ളൂ. ഇതിലൊന്ന് വാങ്ങിച്ച് പ്രാർത്ഥനാ മുറി വെച്ച് ചുമ്മാ പ്രാർത്ഥിച്ചോണം ഒക്കുവോ? അതൊക്കത്തില്ല. എനിക്ക് എവിടെ പ്രാർത്ഥിക്കണം? എവിടെ പ്രാർത്ഥിക്കണം? നോഹയുടെ അമ്മാമ്മ പറഞ്ഞു, ഞാൻ ആരുമല്ല, ദൈവാലോചന കേട്ട എന്റെ ഭർത്താവിനോടൊപ്പം ആലയം പെട്ടകം പണിക്ക് ചുമൽ കൊടുക്കാൻ എന്റെ ചുമൽ എപ്പോഴും ബലമുള്ളതാ. മാത്രമല്ല, അരുളപ്പാട് എന്തെന്നറിയാത്ത ദൈവശബ്ദത്തിന് ഹൃദയം അടച്ചു കളഞ്ഞ ലോക ഇമ്പങ്ങളിലേക്ക് ഓടുന്ന ദൈവാലോചനയെ തിരസ്കരിക്കുന്ന ഒരു തലമുറയുടെ നടുവിൽ 3 കെട്ടുകെട്ടിയ ആമ്പിള്ളാരെ പെട്ടകത്തിനകത്ത് ഇരിക്കേണ്ടതെങ്ങനെ, നടക്കേണ്ടതെങ്ങനെ, സംസാരിക്കേണ്ടതെങ്ങനെ, ആനയും കുതിരയൊക്കെ ഒതുക്കേണ്ടതെങ്ങനെ എന്ന് പഠിപ്പിച്ച ഒരമ്മയാ ഞാന്. എനിക്ക് പേരല്ല വിഷയം, ശുശ്രൂഷയാ വിഷയം. നമ്മുടെ ഇടയിൽ ഈ ക്വാളിറ്റിയൊക്കെ വരണം. നമുക്ക് പേരും പെരുമയൊന്നും വേണ്ട. ദൈവം ഏൽപ്പിക്കുന്നവരോടുകൂടെ, ദൈവം എഴുന്നേൽപ്പിക്കുന്നവരോടുകൂടെ, അരുളപ്പാട് ഏറ്റെടുത്തവരോടുകൂടെ ചേർന്നു നിന്നുകൊണ്ട് നമ്മളെ ഏൽപ്പിക്കുന്ന ശുശ്രൂഷ ചെയ്താൽ അവിടെ ക്രിസ്തു ക്രൂശിക്കപ്പെടുകയല്ല, അവന്റെ നാമം മഹിമപ്പെടുകയാണ്. ഹല്ലേലൂയ. ഇസ്രായേലിനെ ഇത് പറയാൻ കാരണം എന്നാ? ദൈവത്തിന്റെ സമ്പത്തായിരുന്നു. പുറപ്പാട് പുസ്തകം 19 വരുമ്പോൾ ഇസ്രായേൽ മക്കൾ എന്ന് പറയുന്നത് ദൈവത്തിന്റെ സമ്പത്താ. വിശ്വസിച്ച്, ആശ്രയിച്ച്, അനുസരിച്ച്, ആരാധിച്ച് ഇറങ്ങിത്തിരിച്ച ഒരു ഭക്തന്റെ തലമുറ ഇപ്പൊ ആരായി മാറി? യേശുവിനെ ക്രൂശിക്കുന്നവരുടെ ലിസ്റ്റിലേക്ക് മാറി. അബ്രഹാമിന്റെ സന്തതികൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് നമുക്കൊരു പാഠമാ ദൈവമക്കളെ. ഹല്ലേലൂയ. ദൈവത്തിന്റെ സമ്പത്തായി മാറിയവർ എവിടെയാ തെറ്റിപ്പോയെന്നറിയാമോ? അവർ ഒരിക്കൽ പറഞ്ഞു, നീ ഞങ്ങളെ ഭരിക്കണ്ട. തിയോക്രസി അവർ വിട്ടു. ദൈവം ഞങ്ങളെ ഭരിക്കണ്ട. പിന്നെ ആര് ഭരിക്കണം? മനുഷ്യൻ ഞങ്ങളെ ഭരിച്ചാൽ മതി. ജാതികൾക്കുള്ളതുപോലെ ഞങ്ങൾക്കും വേണം. ഞങ്ങളുടെ യുദ്ധങ്ങൾ മുന്നിൽ നിന്ന് ചെയ്യാൻ ഞങ്ങൾക്കൊരു നേതാവ് വേണം. ദൈവം പറഞ്ഞു, വെച്ചോ, പക്ഷേ ഭവിഷ്യത്തും നിങ്ങൾ തന്നെ പ്രാപിച്ചോണം, അനുഭവിച്ചോണം. സംഗതി നടന്നു. ശമൂവേലിന്റെ കാലം മുതൽ, പ്രവാചകനായ ശമൂവേലിന്റെ കാലം മുതൽ തിയോക്രസി മാറി, ഡെമോക്രസി വന്നു. മനുഷ്യനാൽ ഭരിക്കാൻ തുടങ്ങി. 20 ഓടിച്ച് ഞാനങ്ങ് പറയുക കേട്ടോ. 20, 19, 39 രാജാക്കന്മാർ ഇസ്രായേൽ എന്ന രാജ്യം ഭരിച്ചു. ഇസ്രായേൽ എന്ന ഏകരാജ്യം ഭരിച്ചു. പക്ഷേ വിരലിലെണ്ണാവുന്നവർ മാത്രമേ ദൈവത്തിന് പ്രസാദമായി, ദൈവത്തോട് ഹൃദയം ഏകാഗ്രമായിരുന്നുള്ളൂ. ഹല്ലേലൂയ. ദൈവം തിരഞ്ഞെടുത്ത രാജാക്കന്മാരാണെന്ന് തോന്നുന്നു. മനുഷ്യൻ തിരഞ്ഞെടുത്ത രാജാക്കന്മാർ അവർക്ക് ഇഷ്ടമുള്ളത് ബോധിച്ചതുപോലെ അവർ ചെയ്തപ്പോൾ
ദൈവത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തിന്റെ നടുവിൽ ഇറങ്ങുവാൻ ദൈവം ചില പ്രവാചകരെ തിരഞ്ഞെടുക്കുകയാ. എത്ര പേര് എന്റെ കൂടെ ഒന്ന് വന്നേ. ദ്രവ്യാഗ്രഹത്തിനും കസേറകളിക്കും ദുരുപദേശത്തിനും ആമീൻ മനുഷ്യൻ തിരഞ്ഞെടുക്കപ്പെട്ട നേതൃത്വങ്ങൾ മാറുമ്പോൾ ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പ് തീരുന്നില്ല. അവൻ ചിലടത്തുനിന്ന് ചിലതിനെ ഇന്ന് പകലിലും തിരഞ്ഞെടുപ്പ് തീർന്നു പോയിട്ടില്ല. ചിലതിനെ അവൻ കാണുകയാ. 2.5 മുഴം നീളവും 1.5 മുഴം നീളവും 2.5 മുഴം വീതിയുമുള്ള ദൈവത്തിന്റെ പെട്ടകത്തിനകത്ത് അളക്കാൻ കഴിയാത്ത ദൈവ സാന്നിധ്യം ഇറക്കി മരുഭൂമിയിൽ ദൈവത്തിന്റെ സഭയെ ദൈവം നടത്തിയത്. ദൈവസഭയുടെ അധപ്പതനം കണ്ട് ദൈവസഭ ദൈവത്തെ ക്രൂശിക്കുന്നത് കണ്ട് വീണ്ടും ദ്രവ്യാഗ്രഹത്തിന്റെ പേരിൽ ആമി സാക്ഷ്യം നഷ്ടപ്പെടുത്തുന്നതിന്റെ പേരിൽ ദൈവജനം പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. വിശ്വാസം ത്യജിക്കപ്പെട്ടവരായി ലോകത്തിന് കൈകൊടുത്ത് ലോകത്തെ സഭയ്ക്കകത്തേക്ക് എല്ലാ നിലകളിലും വലിച്ചു കൊണ്ടുവരുന്ന ആമീൻ മനുഷ്യൻ തിരഞ്ഞെടുത്ത നേതൃത്വത്തിനെതിരെ ദൈവത്തിന്റെ റെയ്ഡ് നടക്കുമെന്നാണ് ഞാൻ വിളിച്ചു പറയുന്നത്. ദൈവം ചിലതിനെ കാണുകയാ. കാട്ടിൽ യുദ്ധം ചെയ്യുന്ന ചിലതുണ്ട്, കാട്ടുമൃഗങ്ങളുമായി യുദ്ധം ചെയ്യുന്ന ചിലതുണ്ട്. അപ്പനേൽപ്പിച്ച ആടിനെ സന്തോഷത്തോടെ വിശ്വസ്തയോടെ പാലിക്കുന്ന ചില ദാവീദന്മാരുണ്ട്. ഇന്ന് പകലിൽ ദൈവം ചിലരെ കാണുകയാണ്. ചില അവിശ്വസ്തരെ നീക്കിക്കൊണ്ട് ചിലരെ ആ സ്ഥാനത്താക്കാൻ ദൈവം നോക്കുകയാണ്. ആമീൻ. അങ്ങനെയാണെങ്കിൽ ദെബോറയെ നിനക്കും ഒരു തിരഞ്ഞെടുപ്പുണ്ട്. ഹല്ലേലൂയ. ദെബോറയെ നിനക്കും ഒരു തിരഞ്ഞെടുപ്പുണ്ട്. ഹുൽദയെ നിനക്കും ഒരു തിരഞ്ഞെടുപ്പുണ്ട്. ഓ റബലബ ശംദര. അതല്യ രാജകുമാർ കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കുമ്പോൾ ഹുൽദയെ യോശിയാവിനോട് ചേർന്ന് നിന്നുകൊണ്ട് ഹല്ലേലൂയ ഒരു ഉണർവിനെ. പ്രായം വിഷയമല്ല, ബിസിനസ് വിഷയമല്ല, ജോലി വിഷയമല്ല. തമ്പുരാന് വേണ്ടി നിൽക്ക്. നിന്റെ വീട്ടിൽ നഷ്ടപ്പെട്ടു പോയി ആരാധന, നിന്റെ വീട്ടിലെ പ്രാർത്ഥനാ ജീവിതം, നിന്റെ വീട്ടിലെ വിശുദ്ധ ജീവിതം, അവിടെ തുടങ്ങി വെച്ച പലതും മുന്നോട്ട് വിടുകയില്ലെന്ന് വാദിക്കുന്ന ഇരുളിന്റെ ശക്തിയോട് പോരാടാൻ മല്ലുകെട്ടുവാൻ ഈ പകൽക്കാലം പരിശുദ്ധാത്മാവ് നിന്റെ മേൽ ഒരു പുത്തൻ ബലം പകരുകയാ. ഇതുവരെ പ്രാപിച്ചിട്ടില്ലാത്ത, ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ആത്മീക സന്തോഷം. ഹല്ലേലൂയ. 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 ദൈവം ചിലരെ സ്പർശിക്കുകയാണ്. കരയുന്ന ചിലതിനെ ദൈവം തൊടുകയാണ്. കരയുന്ന ചിലതിനെ ദൈവം തൊടുകയാണ്. ദൈവത്തിന്റെ മഹത്വത്തിന്റെ ശക്തി ഇന്ന് പകലിൽ ഹല്ലേലൂയ നമ്മുടെ നടുവിൽ ദൈവം പ്രവർത്തിക്കട്ടെ. ദൈവത്തിന്റെ ശക്തി വെളിപ്പെടട്ടെ. ദൈവകൃപയുടെ ആഴം വെളിപ്പെടട്ടെ. നാം ആരും നിസ്സാരരല്ല. പൈശാചിക ശക്തിയെ ജയിക്കുവാൻ ആവശ്യമായ ദൈവത്തിന്റെ കൃപ ഇന്ന് പകൽ കരയുന്ന ദൈവജനത്തിന്റെ മേൽ ദൈവം പകരട്ടെ. ഹല്ലേലൂയ. അതെ, അനുസരിച്ച് ആശ്രയിച്ച് ഇറങ്ങി വന്ന സ്തോത്രം ഒരു അബ്രഹാമിന്റെ തലമുറ യെരൂശലേമിൽ യേശുവിന്റെ കാലം അപ്പോസ്തലന്മാരുടെ കാലമായപ്പോൾ അത്തിയുടെ മുകളിലും അത്തിയുടെ കീഴേലും ഒക്കെ ഇരിക്കുക. അബ്രഹാമിന്റെ സന്തതി കൂനി നടക്കുകയാ. ആണോ? അബ്രഹാമിന്റെ സന്തതിയുടെ നട്ടെല്ല് കുനിഞ്ഞു. 18 വർഷമായി കൂനി ആരാധനയ്ക്ക് പോകുന്നത്. യേശുവിന് അവളെ കണ്ടപ്പോൾ മനസ്സലിഞ്ഞു. ഹല്ലേലൂയ. അബ്രഹാമിന്റെ സന്തതി അത്തിയുടെ മേളിൽ കയറിയിരിക്കുക.
കൂടെ വസിച്ച, കൂടെ ആരാധിച്ച, കൂടെ അനുസരിച്ച ആ വല്യപ്പന്റെ സന്തതി ഇപ്പൊ മേളിക്കേറിയിരുന്ന് കീഴോട്ട് നോക്കി ദൈവപുത്രൻ നടന്നു പോകുന്നത് കണ്ട് സായുജ്യമടയാൻ ഇതിന്റെ മണ്ടയിലിരിക്കുകയാണ്. അബ്രഹാമിന്റെ സന്തതിയെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ സ്വഭാവ ചേഷ്ടകൾ കൊണ്ടോ വൈശിഷ്ട്യങ്ങൾ കൊണ്ടോ യേശുവിനെ ക്രൂശിക്കുവാൻ ഇടവരരുത്. നമ്മുടെ ആരാധന കൊണ്ട് അവൻ ക്രൂശിക്കപ്പെടുകയല്ല, ആരാധന കൊണ്ട് അവൻ മഹത്വപ്പെടണം. സെക്രട്ടറി സ്ഥാനം കൊണ്ട് അവൻ ക്രൂശിക്കപ്പെടുകയല്ല. സെക്രട്ടറിയും പ്രസിഡന്റുമായ ഏത് സ്ഥാനം ദൈവം തന്നാലും ദൈവപുത്രൻ മഹത്വപ്പെടണം. ഹല്ലേലൂയ. പ്രാർത്ഥന കൊണ്ട് അവനെ ക്രൂശിക്കുകയല്ല, പ്രാർത്ഥന കൊണ്ട് ദൈവനാമം മഹത്വപ്പെടണം. കൂട്ടായ്മ കൊണ്ട് അവനെ ക്രൂശിക്കുകയല്ല, കൂട്ടായ്മ കൊണ്ട് അവന്റെ നാമം മഹത്വപ്പെടണം. ആമീൻ. ദൈവത്തിന് വേണ്ടി കൊടുക്കുന്നത് കൊണ്ട് അവനെ ക്രൂശിക്കുകയല്ല, ദൈവത്തിന്റെ നാമം മഹത്വപ്പെടണം. പാട്ടും ആരാധനയും ആഘോഷവും കൊണ്ട് ദൈവത്തിന്റെ നാമത്തെ ക്രൂശിക്കുകയല്ല, അവന്റെ നാമത്തെ കൃപയിൽ നിന്ന് അന്യപ്പെട്ടു പോയ ഇസ്രായേലിന്റെ ചരിത്രം ഹോശേയയുടെ പുസ്തകം വായിക്കണം. തൃപ്തി നഷ്ടപ്പെട്ടവരായി, പദവി നഷ്ടപ്പെട്ടവരായി, ആത്മീയം നഷ്ടപ്പെട്ടവരായി, സംരക്ഷണം നഷ്ടപ്പെട്ടവരായി, ദൈവസാന്നിധ്യം നഷ്ടപ്പെട്ടവരായി അവർ ആയിത്തീർന്നു. ദൈവം ചോദിക്കുന്നു, എബ്രീമേ, നീ എൻ്റെ ഓമനും പൈതലല്ലേ? നിന്നെ ഞാൻ എങ്ങനെ വിട്ടുകൊടുക്കും? ദൈവത്തിൻ്റെ സ്നേഹം ഇന്നു പകലിലുമുണ്ട്. ഒരു പത്രോസ് എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ ക്രൂശിച്ച യേശുവിനെ ഞങ്ങളുടെ ദൈവം ഉയർപ്പിച്ചു, ഞങ്ങൾ സാക്ഷികളാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ എൻ്റെ വാക്കുകൾ പെട്ടെന്ന് നിർത്തുകയാ. ഇന്നിവിടെ ഇരിക്കുന്ന ഓരോ ദൈവ പൈതലും ഓരോ വാക്ക് തീരുമാനമെടുക്കണം. എൻ്റെ ആത്മീക ജീവിതം കൊണ്ട്, ഞാൻ വേർപെട്ടത് കൊണ്ട്, എൻ്റെ വിശ്വാസം കൊണ്ട്, എൻ്റെ വിശുദ്ധി കൊണ്ട്, എൻ്റെ വാക്കുകൊണ്ട് യേശുവിൻ്റെ നാമം മഹിമപ്പെടണം. സ്തോത്രം. ഓരോ തീരുമാനം. അല്ലാതെ എൻ്റെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ എൻ്റെ കർത്താവിനെ ഒരിക്കൽ പോലും ആ മുറിവുകൾ വേദനിക്കുവാൻ എനിക്ക് ഇടവരുത്തരുതേ. എബ്രായ ലേഖന കർത്താവ് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ അവനെ വീണ്ടും ക്രൂശിക്കുന്നവരാകരുത്. നിങ്ങളെ ശുദ്ധീകരിച്ച നിയമത്തിന്റെ രക്തത്തെ മലിനമെന്ന് വിചാരിക്കരുത്. വരുവാനുള്ള ലോകത്തിന്റെ ശക്തി ആസ്വദിക്കുന്ന നാം ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കരുത്. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ഈ തലമുറയുടെ നടുവിൽ വ്യത്യസ്തരായിരിക്കും. അവൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നമ്മളും വിശുദ്ധരാണ്. ആഹാരത്തിൽ, വസ്ത്രത്തിൽ, ഇടപാടുകളിൽ എല്ലാം നാം വിശുദ്ധരായിരിക്കണം. സ്തോത്രം. ലോകത്തിന്റെ ലൗകികത നമുക്ക് വേണ്ട. ഉത്തമഗീതത്തിൽ വരുമ്പോൾ സഭയോട് പറയുക, അമാന മലമുകൾ വിട്ട്, പുള്ളിപ്പുലിയുടെ ഗുഹ വിട്ട്, പ്രിയേ കാന്തേ, നീ എന്നോടുകൂടെ വരിക. കർത്താവ് വരാനായി എന്ന് നമ്മൾ വിളിച്ചറിയിക്കുകയാണ്. നമ്മുടെ തിടുക്കം കാണുമ്പോൾ കർത്താവ് വരാറായെന്ന് ലോകമനുഷ്യൻ അറിയണം. നമ്മുടെ പ്രത്യാശ കാണുമ്പോൾ, നമ്മുടെ തിടുക്കം കാണുമ്പോൾ, നമ്മുടെ ഒരുക്കം കാണുമ്പോൾ, ഹല്ലേലൂയ, ലോകമനുഷ്യൻ ഒന്നറിയണം, ഇവർ പറയുന്ന യേശു വരാറായി. അവരും ഒരുങ്ങുവാൻ ഇടയാകണം. നമ്മൾ അവനെ ക്രൂശിക്കാതെ നമ്മുടെ കസേരകളിയോ അധികാരമോ ഒന്നും നമുക്ക് വിഷയമല്ല. ഇതെല്ലാം വിട്ട് നാം ഒരു ദിവസം പ്രിയനോടുകൂടെ വാനമേഘത്തിൽ പോകുകയാണ്. അതിനുവേണ്ടി ഒരു വലിയ തീരുമാനം ഈ കൺവെൻഷൻ കൊണ്ട്, എൻ്റെ ജീവിതം കൊണ്ടോ, എൻ്റെ ശുശ്രൂഷ കൊണ്ടോ, എൻ്റെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഞാൻ ഒരിക്കലും ദൈവപുത്രനെ ക്രൂശിക്കുകയില്ല. ആ ഒരു വലിയ തീരുമാനത്തോടെ നമുക്കായിരിക്കാം, വ്യത്യസ്തരായി ജീവിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.